മകരം രാശിക്കാരെ, എന്തോ അന്യമായ ഒരു നിശബ്ദത ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ പായുകയാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്താണെന്ന്? ഒരുവിധമായ ഉറച്ച കാത്തിരിപ്പ് മനസ്സിന്റെ ആഴങ്ങളിൽ. അതിന്റെ പിന്നിൽ പകൽ പോലെ വ്യക്തമായതായ ഒരു ശക്തിയുണ്ട്. പ്രപഞ്ചം ഇതിനകം തന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ചോദിക്കാൻ പോലും നിങ്ങളോട് പറയാതെ അതിന് കൊടുക്കാനുണ്ട് അദ്ഭുതം, പ്രതിഫലം, പരിണാമം. കഴിഞ്ഞ മാസങ്ങളിലായി നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലുകൾ, വാക്കുകൾ ഇല്ലാതെ ഉള്ള നിരാശകൾ, എന്തിനാണ് ഇതെല്ലാമെന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ അനിശ്ചിതത്വത്തിന് പിന്നിൽ ഒരതിശക്തമായ കർമ്മവലയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടം വേദനയല്ല, ഇത് തിരിഞ്ഞു വരുന്ന ഭാഗ്യത്തിന്റെ ശബ്ദമാണ്. മകരം രാശിയുടെ അടിത്തറ കഠിനാധ്വാനം തന്നെയാണ്. എത്രയും ഉറച്ചും എത്ര സാധനങ്ങൾ കൈവശമില്ലെങ്കിലും ലക്ഷ്യം കാണാതെ പോകുന്നവർ അല്ല അവർ. അതുകൊണ്ടാണ് പ്രപഞ്ചം ഇപ്പോൾ തലയൊടിച്ച് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. സൂര്യൻ ഒരുപാട് സമയമായി നിങ്ങളെ പരീക്ഷിച്ചു, പക്ഷേ ഇനി ഗുരുവിന്റെ കയ്യൊപ്പ് ലഭിക്കുന്നു. ഗുരു അദ്ഭുതങ്ങളുടെ പിതാവാണ്. അവന്റെ ചലനം നിങ്ങളുടെ ആശ്വാസത്തിന്റെ കവാടം തുറക്കുന്ന നിമിഷമാകും. ഈ സമയത്ത് മകരത്തിൽ ശനിയുടെയും രാഹുവിന്റെയും ചലനം ഏറെ ഗഹനമാണ്. അത് മനസ്സിന്റെ ആഴങ്ങളിൽ പരിണാമം ഉണ്ടാക്കും. പഴയ സങ്കടങ്ങൾ, പഴയ ബന്ധത്തിലെ മുറിവുകൾ, പഴയ തൊഴിൽ പ്രയാസങ്ങൾ എല്ലാം ഇപ്പോൾ അസ്തമിക്കുകയാണ്. അത് അസ്തമനമല്ല, പുനർജന്മമാണ്. നിങ്ങൾ ചോദിക്കാതെ തന്നെ ആകാശം നിങ്ങൾക്കായി പുതിയ പാത തുറക്കുന്നുണ്ട്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരു സന്ദേശം ലഭിക്കാം. അപ്രതീക്ഷിത ഒരു തീരുമാനം, ഒരാളിൽ നിന്നോ ഒരിടത്തുനിന്നോ. അതിൽ നിങ്ങളുടെ ഭാഗ്യം മറഞ്ഞിരിക്കുന്നു. ഒരു രഹസ്യമായ പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതിന് ഉത്തരം ലഭിക്കാൻ സമയം എത്തിയിരിക്കുന്നു. അപ്രതീക്ഷിത സന്തോഷം നിങ്ങളുടെ വാതിൽ തട്ടും. ഈ സമയത്ത് ശനി നിങ്ങൾക്ക് നൽകുന്നത് സാധനത്തിന്റെയും പരിചയത്തിന്റെയും പാട്ടാണ്. കഠിനാധ്വാനം അവസാനിക്കാതെ നിങ്ങൾ വളരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് പ്രതിഫലമായി പ്രപഞ്ചം അതിന്റെ ഹൃദയം തുറക്കുകയാണ്. നിങ്ങൾ ചെയ്ത എല്ലാ പരിശ്രമങ്ങൾക്കും വില കിട്ടും. സാധനങ്ങൾ കൈവശമാകും. പക്ഷേ അതിനേക്കാളും വലിയതാണ് ആത്മീയ ഉറച്ചനില. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 2 വിധത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതാണ്. ഒന്നാമത്, ആത്മാവിനെ പരീക്ഷിക്കുന്ന രാഹുവിന്റെ ഘട്ടം. ഇത് നിങ്ങളുടെ നിരാശകളെ വിടർത്തി വെയിലിലേക്ക് കൂട്ടും. രണ്ടാമത്, ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ കരിയറിൽ, ബിസിനസ്സിൽ, ധനകാര്യത്തിൽ അനുഭവപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളെ വിസ്മയപ്പെടുത്തുന്ന അവസരങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ എത്തും. ധനവുമായി ബന്ധപ്പെട്ട പഴയ കടങ്ങൾ തീർന്നുപോകും. പഴയ സാമ്പത്തിക അഭാവം ഇപ്പോൾ ശമിക്കുന്നു. നിങ്ങളുടെ കരിയർ നിലയ്ക്കാതെ ഉയരാൻ തുടങ്ങും. ഒരുപാട് മാസങ്ങൾ നീണ്ടിരുന്ന സ്ഥിരതയുടെ അഭാവം അവസാനിക്കുന്നു. മകരം രാശിക്കാരന് അനുകൂലമായ സമയമാണ് ആരംഭിക്കുന്നത്. പ്രപഞ്ചം പറയുന്നതുപോലെ നീ ചോദിക്കാതെ തന്നെ ഞാൻ തരാം. അതേസമയം മാനസികമായ ആവിഷ്കാരങ്ങൾ ഇപ്പോൾ ശക്തമാകും. പഴയതായ സങ്കടം പുതുമയുള്ള കരുത്തായി മാറും. നിങ്ങളിൽ ഒളിഞ്ഞിരുന്ന ആത്മവിശ്വാസം തിരിച്ചുവരും. ഇനി നിങ്ങളെ തടയാൻ ആരുമില്ല. ശനിയുടെ ഭാരം കുറയുമ്പോൾ പുതിയ ദിശകൾ തുറക്കും. ഇത് ഒരു കർമ്മത്തിന്റെ വിളർച്ചയാണ്. ആത്മാവിന്റെ നൂറ്റാണ്ടിലെ പുനരുജ്ജീവനമാണിത്. ബന്ധങ്ങളിൽ നാളുകളായി ഉണ്ടായിരുന്ന സൗഹൃദത്തിന്റെ വിച്ഛേദങ്ങൾ ഇനിയൊരു സംഗമത്തിലേക്ക് നിങ്ങളെ വിളിക്കും. ഒരു പഴയ ബന്ധം വീണ്ടും തിരിച്ചുവരാനുള്ള സാധ്യത വളരെ ശക്തമാണ്. പക്ഷേ ഈ തിരിച്ചുവരവിൽ അതേ പിഴവുകൾ ആവർത്തിക്കില്ല. രാഹുവിന്റെ കടന്നുപോക്കിനു ശേഷം നിങ്ങൾ തിരിച്ചറിഞ്ഞു, നിങ്ങളെ നഷ്ടപ്പെടുത്തരുതെന്നു സ്വയം പറയുന്നവരുണ്ടെന്നും. പഠനത്തിലും ആത്മവികസനത്തിലും നിങ്ങൾക്കായി അപൂർവമായ വാതിലുകൾ തുറക്കുന്നു. ചില മകരരാശിക്കാർ വിദേശ സാധ്യതകളെ കാണും. അതിൽ ആത്മീയമായൊരു ഉല്ലാസമുണ്ടാകും. പുതിയ സംസ്കാരം, പുതിയ അനുഭവങ്ങൾ. ചിലർക്ക് കുടുംബത്തിനകത്തുള്ള സന്തോഷവാർത്തയും ലഭിക്കും. ഒരാൾക്ക് ആരോഗ്യത്തിൽ വലിയ പുരോഗതിയും. എല്ലാം പ്രപഞ്ചം രഹസ്യമായി ഒരുക്കിയതാണ്. മകരരാശിക്കാരെ, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ അനിശ്ചിതമായ ആശ്വാസം തന്നെയാണ് സത്യത്തിന്റെ അടയാളം. ഇപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഒരു മായാപരീയമായ അലിഞ്ഞൊഴുകൽ പോലെ. ഒന്നും ചോദിക്കേണ്ടതില്ല, ഒന്നും ഉറപ്പാക്കേണ്ടതില്ല. നിങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്തുക, കാരണം ഇതാണ് യോർ ടേണിംഗ് പോയിന്റ്. നിങ്ങളുടെ ഭാഗ്യനിമിഷം തുടങ്ങിയിരിക്കുന്നു. മകരം രാശിക്കാരെ, ഈ ഘട്ടം നിങ്ങളെ ജീവിതത്തിന്റെ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നയിക്കുന്നു. ഇനി നിങ്ങളെത്തിനു മുന്നിൽ കാണുന്നത് വെറും പ്രാപ്തിയോ ഭാഗ്യമോ അല്ല, ആത്മാവിന്റെ വഴിത്തിരിവാണ്. ഗുരുവിന്റെ സ്ഥാനം മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പുരാതന ശക്തി ഉണരുന്നു. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ കൈവരുന്നില്ലെന്ന്. പക്ഷേ അതിനുള്ള മറുപടി ഇപ്പോൾ ലഭിക്കാൻ പോകുന്നു. ഈ പ്രപഞ്ചം കൃത്യമായി കണക്കുകൂട്ടിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നടത്തിയ ഓരോ ഓർമ്മപ്പാട്ടിലും ഓരോ നിശ്വാസത്തിലും പോലും അധിഷ്ഠിതമായ കർമ്മസൂത്രങ്ങൾ ഉണ്ട്. അവയാണ് ഇപ്പോൾ തുറന്നു പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത 14 ദിവസത്തിനുള്ളിൽ ഒരു അപ്രതീക്ഷിത ദിശമാറ്റം സംഭവിക്കും. നിങ്ങൾ ആലോചിക്കുന്നത് പോലെ അല്ല, പക്ഷേ അത്ഭുതകരമായ രീതിയിൽ. ഒരു ബന്ധത്തിലെ മഞ്ഞു ഉരുകും, അല്ലെങ്കിൽ ഒരു തൊഴിൽ അവസരം കരങ്ങളിലേക്കെത്തും. ഒരാൾ നിങ്ങളെ ഏറെ കാലം കഴിഞ്ഞ് ബന്ധപ്പെടും. അതിൽ പ്രപഞ്ച സന്ദേശമുണ്ട്.
ശനിയുടെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ കർമ്മഫലം വ്യക്തമാക്കുന്ന ഘട്ടത്തിലാണുള്ളത്. അത് ശിക്ഷകന്റെ കയ്യൊപ്പ് പോലെ കഠിനമായിരിക്കാം, പക്ഷേ അതിന്റെ പിന്നിൽ ഉണ്ട് ഒരു അനുഗ്രഹം. പഴയ പിഴവുകൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതപാഠം മാറുകയാണ്. ജീവിതം നിങ്ങളെ മറ്റൊരു നിലയിലേക്ക് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ധനകാര്യമായി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പഴയ കടങ്ങൾ തീരും, പുതിയ വരുമാനത്തിന്റെ പാത തുറക്കും. ചില മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടം ലഭിക്കും. അത് പാരമ്പര്യമായോ പങ്കാളിത്തമായോ ബിസിനസ് വളർച്ചയിലൂടെയോ ആകാം. അതിലില്ലാത്ത ദിവസങ്ങൾ അവസാനിക്കുന്നു. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ്. നീ എന്തിനു ചോദിക്കുന്നു, ഞാൻ തന്നെയാണ് തരുന്നത് എന്ന് അത് ചൊല്ലുന്നുപോലെ. നിങ്ങൾ ചോദിക്കാതെ ലഭിക്കുന്ന അനുഗ്രഹം ആത്മവിശ്വാസം നൽകും. ഇനി നിങ്ങൾക്ക് സ്വയം സംശയിക്കേണ്ടതില്ല. ആത്മാവിന്റെ വാതിലുകൾ തുറക്കുന്നത് അനുഭവത്തിൽ കാണുക. ബന്ധങ്ങളിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ഊഷ്മളമായ മാറ്റം ശ്രദ്ധിക്കുക. ഏതാനും ബന്ധങ്ങൾ അവസാനിക്കുന്നത് ദുഃഖകരമായിരിക്കും, പക്ഷേ അത് നിങ്ങളുടെ ആത്മവികാസത്തിനാണെന്ന് ഓർക്കുക. കാരണം ക്ഷീണിപ്പിക്കുന്ന ബന്ധങ്ങൾ നീങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ഊർജം ശുദ്ധമാകൂ. രാഹുവിന്റെ പാഠം അതാണ്. അനാവശ്യ ബന്ധങ്ങൾ മാഞ്ഞാൽ ആത്മാവിന് ശാന്തി ലഭിക്കും. ചില മകരം രാശിക്കാർക്ക് ഈ ദിവസങ്ങളിൽ ഉറക്കമില്ലായ്മയോ അന്യമായ സ്വപ്നങ്ങളോ അനുഭവപ്പെടാം. അത് ഭാവിയുടെ ചിഹ്നങ്ങളാണ്. ആത്മാക്കളുടെ സന്ദേശങ്ങൾ സ്വപ്നങ്ങളിലൂടെ വരുന്നതായി രഹസ്യഗ്രന്ഥങ്ങൾ പറയുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആ ശബ്ദം സ്ഥിരീകരിക്കുക. അത് നിങ്ങൾ നഷ്ടപ്പെട്ട വഴി കാണിക്കും. ആരോഗ്യപരമായി നിങ്ങളുടെ ശരീരവും മനസ്സും പുനരുജ്ജീവനം നേടുന്നു. മുമ്പത്തെ ക്ഷീണം കുറയുകയും ആത്മവിശ്വാസം വളരുകയും ചെയ്യും. നിങ്ങൾ കുറച്ചുനേരം ശാന്തതയോടെ ഇരിക്കുക. പ്രപഞ്ചം പ്രവർത്തിക്കട്ടെ. അതാണ് ഏറ്റവും വലിയ ഔഷധം. ചിലർക്കാവശ്യം ജീവിതത്തിൽ സ്ഥലം മാറാനുള്ള പ്രധാന തീരുമാനമായിരിക്കും വരാനുള്ളത്. വീടോ ജോലി സ്ഥലം ആകട്ടെ, അതിലുണ്ടാകുന്ന മാറ്റം ഒരു വിധേയമായ കർമ്മപരിശുദ്ധിയാവും. പുതിയ ഭൂമിയിൽ നിങ്ങൾക്കായി പുതിയ പ്രതീക്ഷകൾ വിരിയുന്നു. അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ഒരിക്കലേ സംഭവിക്കൂ. അതിനാൽ അതിനെ മനസ്സോടെ സ്വീകരിക്കുക. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ ആത്മീയമായൊരു വൃത്തത്തിലേക്ക് നടത്തുകയാണ്. പഴയ ആരാധനാശീലങ്ങളും മന്ത്രങ്ങളും ആത്മധ്യാനങ്ങളും വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരവധിക്കാലം നീണ്ട അതിരഹിതമായ ആത്മാരാംഭം കഴിഞ്ഞ് ഇപ്പോൾ ആത്മവിശ്വാസം പുതുതായി ഉണ്ടാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആന്തരവളർച്ചയെ ഉണർത്തും. ഈ ഘട്ടം നിങ്ങളെ ഏറ്റവും ഉജ്ജ്വലമായ പാതയിലേക്ക് നയിക്കുന്നു. ജോലി മേഖലയിലോ ബിസിനസ്സിലോ ഉള്ള ചില പ്രതിസന്ധികൾ ഇപ്പോൾ അവസരങ്ങളായി മാറും. നിങ്ങൾ നേരത്തെ നിരസിച്ചിരുന്ന ഒരു പദ്ധതി തിരിച്ചുവന്ന് വിജയത്തിലേക്ക് നയിക്കും. അത് നിങ്ങളുടെ പരിശ്രമത്തിന്റെ പ്രതിഫലമാണ്. നിങ്ങളുടെ സമയത്തിന്റെ ധാരാളവും ലഭിക്കും. ഇനി വരുന്ന 7 ദിവസം ഒരു തെളിഞ്ഞ മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഹൃദയം കേൾക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾക്കല്ല, നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാണ് വിശ്വാസം നൽകേണ്ടത്. പ്രപഞ്ചം ഇപ്പോൾ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു. അതിന്റെ സൂചനകൾ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങളിൽ തന്നെ കാണാം. ഒരു ജന്മത്തിൻ്റെതായ ആഗ്രഹം പൂർണ്ണതയിലേക്ക് എത്തുന്ന ഘട്ടമാണിത്. നിങ്ങളെ നോക്കി നിൽക്കുന്ന കരുണാവതാരമായ ആകാശം പറയുന്നു, നീ ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ കൊടുക്കും. ഈ വാക്കുകൾ അത്ര സാധാരണമല്ല. ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്. ഒരു തലമുറയ്ക്കുള്ളിൽ ഒരിക്കൽ മാത്രമേ ഇതുപോലൊരു പരിശുദ്ധമായ മാറ്റം സംഭവിക്കാറുള്ളൂ. മകരം രാശിക്കാരെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണരുന്ന ആ അപൂർവമായ ശാന്തിയാണ് ഏറ്റവും വലിയ അടയാളം. ശബ്ദമില്ലാത്ത ആത്മവിശ്വാസം ഒരു രഹസ്യശക്തി പോലെ ഉള്ളിൽ വിരിയുന്നു. ഒരുവിധമായ സന്തോഷം ഉള്ളിൽ പറയാനാകാതെ നിറയുന്നത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതാണ് പ്രപഞ്ചത്തിന്റെ സന്ദേശം തുറക്കുന്നത്. ഗുരു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വാതിലിൽ വെളിച്ചം തെളിയിക്കുന്നു. കനത്തു കല്ല് പോലെ തോന്നിയിരുന്ന കാലഘട്ടം പുകയായി മാറുന്നു. മുമ്പ് എത്ര ശ്രമിച്ചാലും വിജയത്തിന്റെ സൂചന കണ്ടില്ലെന്ന് നിങ്ങളെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അതുതന്നെ വളർച്ചയുടെ പാതയായി മാറുന്നു. ആഗ്രഹങ്ങൾ ധീരതയാകുന്നു. ധീര ജീവിതമായി മാറുന്നു. ജീവിതം ഭാഗ്യം ആയി മാറുന്നു. ശനിയുടെ സ്വാധീനം ഇപ്പോൾ മൃദുവായിരിക്കും. പഴയ കഠിനത കുറയുന്നു, പക്ഷേ അനുഭവത്തിന്റെ പാഠം നിലനിൽക്കും. നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചാൽ അതിന് അനന്തമായ പ്രതിഫലം ലഭിക്കും. ഈ ഘട്ടത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാക്കുകയാണ്. നീ ചോദിച്ചില്ലെങ്കിലും അതിനു തരാനുണ്ട്. അതിൽ പുതിയ അർത്ഥമുണ്ട്. നിന്റെ ആത്മാർത്ഥത തന്നെയാണ് താക്കോൽ. സാമ്പത്തികമായി ഇപ്പോൾ ആശ്വാസം വളരുന്നു. ചില മകരം രാശിക്കാർക്ക് ജീവനോ ബിസിനസ്സോ വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് പോകുന്നു. എത്ര ചെറുതായാലും ഒരു അവസരം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. അതിനെ നിരസിക്കാതെ സ്വീകരിക്കുക, കാരണം ഇത് ഭാഗ്യത്തിന്റെ നീക്കം തന്നെ. കുടുംബബന്ധങ്ങളിൽ 14 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വിരോധങ്ങൾ സാവധാനം ശമിക്കുന്നു. അപമാനത്തിലും അവഗണനയിലും നിന്ന് ആത്മവിശ്വാസം ഉയർന്നു വരുന്നു. വീട്ടിൽ ശാന്തത പുനരുദ്ധരിക്കുന്നു. ചിലർക്ക് വീട്ടിനകത്ത് ദീർഘകാലമായി തടസ്സമായിരുന്ന പ്രശ്നം തീരും. അത് പ്രപഞ്ചത്തിന്റെ പരിഹാരമാണ്. പ്രണയബന്ധങ്ങളിൽ ഒരുവിധമായ പരിണാമം നടക്കുന്നു. ചിലർക്ക് പഴയ സ്നേഹം വീണ്ടും ജീവിതത്തിലേക്ക് വരാം, പക്ഷേ അത് മുൻകാലത്തേതിനേക്കാൾ പക്വമായിരിക്കും. ഗുരുവിന്റെ കരുണ നിങ്ങളെ മനസ്സിലാക്കുകയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ തീരുകയും ചെയ്യും. മറ്റൊരു വശത്ത്
അനാവശ്യ ബന്ധങ്ങൾ അസ്തമിക്കും. കാരണം പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ ശുദ്ധമായ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. ആരോഗ്യപരമായി ദീർഘകാലമായിരുന്ന സമ്മർദ്ദം കുറയുന്നു. ഉറക്കം ശരിയാകും. ഭക്ഷണശീലത്തിൽ ശാന്തതയും വരും. ആത്മീയ ധ്യാനത്തിലേക്ക് കടക്കുന്നത് ഏറെ ഗുണകരമാകും. നിങ്ങളുടെ മനസ്സിനുള്ളിലെ ഭയങ്ങൾ ഇപ്പോൾ വിളർച്ചയാണ്. പഴയ ഉത്കണ്ഠകൾ മറഞ്ഞുപോകും. പ്രപഞ്ചം നിങ്ങളെ മനസ്സിന്റെ സത്യത്തിലേക്ക് നയിക്കുന്നു. അടുത്ത 10 ദിവസങ്ങൾ അതീവ പ്രധാനമാണ്. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും അടുത്ത വർഷങ്ങളിലെ ഭാഗ്യത്തിനെ സ്വാധീനിക്കും. ധൈര്യം കാണിക്കുക, കാരണം നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ശക്തികൾ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. നിങ്ങൾ ചോദിക്കാതെ തന്നെ വിജയത്തിന്റെ വഴി കൃത്യമായി ഒരുക്കപ്പെടുകയാണ്. ചില മകരരാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ പുതിയ പ്രഭാവം കാണും. ഒരു പാഠമായ അനുഭവം പുത്തൻ സ്ഥാനമോ അംഗീകാരമോ കൊണ്ട് അവസാനിക്കും. ഏതാനും പേർക്ക് വിദേശമേഖലയിൽ അവസരങ്ങൾ വിരിയും. അത് പ്രപഞ്ചം തന്നെയുള്ള യാത്രയാണ്, നിങ്ങളെ മറ്റൊരു പരിമിതിക്കുപുറം നീക്കാനുള്ള ശ്രമം. പാപകേതുവിന്റെ സ്വാധീനം ഇപ്പോൾ രഹസ്യമായതായി മാറിയിരിക്കുന്നു. അതിന്റെ മൂർച്ഛിതമായ പ്രതിഭാസങ്ങൾ കുറഞ്ഞു. അതിനാൽ ഉള്ളിൽ ഗഹനമായ ആത്മവിശ്വാസം പിറക്കുന്നു. മുമ്പുള്ള ആശങ്കകൾ അവസാനിക്കുന്നു. പുത്തൻ കരുത്ത് ആരംഭിക്കുന്നു. നിങ്ങളുടെ ആഭ്യന്തര ശാന്തത ഇപ്പോൾ പ്രധാനമാണ്. ഉച്ചത്തിൽ സംസാരിക്കാൻ ആവശ്യമില്ല. ഹൃദയം കേൾക്കൂ. അന്യരോടുള്ള ദയയും കരുണയും പ്രകടിപ്പിക്കുക. അതിലൂടെ 1000 അനുഗ്രഹങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ദിശയിൽ എത്തും. പ്രപഞ്ചം സാവധാനം നിങ്ങൾക്ക് ചുറ്റും കരുണയുടെ വലയങ്ങൾ തീർക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ചിലർക്ക് ആത്മീയമായ അനുഭവങ്ങൾ ശക്തമാകും. സ്വപ്നത്തിൽ ഒരു ക്ഷേത്രം കാണുക, ഒരു ഭാഗ്യചിഹ്നം കാണുക, അല്ലെങ്കിൽ ആരോ ആത്മബന്ധമുള്ളവർ മനസ്സിലൂടെ ബന്ധപ്പെടുക, ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ വലിയ ദൂതങ്ങളാണ്. അവയെ നിരസിക്കരുത്. ആത്മാവിന്റെ സൂചനകളും കർമ്മപാഠങ്ങളും തന്നെ അവയുടെ രൂപമാണ്. ജീവിതം നിങ്ങളെ പരീക്ഷിച്ചിരിക്കുന്നു, പക്ഷേ ഇനി അത് സമ്മാനിക്കാൻ തയ്യാറാണ്. ഗുരുവിന്റെ സ്ഥാനം നിങ്ങളുടെ ആത്മവിജ്ഞാനത്തിന് സമീപം എത്തുമ്പോൾ വാക്കില്ലാത്ത സന്തോഷം അനുഭവപ്പെടും. നിങ്ങളെ ആരും ആയി തോന്നിച്ചിടത്തോളം പ്രപഞ്ചം നിങ്ങളെ അവൻ എന്ന പോലെ വിലയിരുത്തുകയാണ്. നിങ്ങൾ പ്രപഞ്ചത്തിനോട് അർഹത നേടിയിരിക്കുന്നു. ഇനി കറുത്തതായ കാലം അവസാനിക്കുന്നു. മരവിച്ചതായിരുന്ന സ്വപ്നങ്ങൾ ഇക്കുന്നു. തീർന്നുപോയ പ്രതീക്ഷകൾ വീണ്ടും പൊങ്ങിവരുന്നു. അത് അപ്രതീക്ഷിതമായ രീതിയിൽ സംഭവിക്കും. പക്ഷേ അതിന്റെ പിന്നിൽ ശതകോടി നാളുകളിലൂടെയുള്ള കർമ്മങ്ങൾ ഉണ്ട്. അതാണ് പ്രപഞ്ചത്തിന്റെ നീതി. നിങ്ങൾ ചോദിക്കാതെ തന്നെ ലഭിക്കേണ്ടത് കൊടുക്കുന്നതാണ്. ആ ബന്ധം, ആ തൊഴിൽ, ആ സ്വപ്നം, ഏത് രൂപത്തിലായാലും ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഭാഗ്യത്തിന്റെ കണമാണ്. ആ കണങ്ങളെ തിരിച്ചറിഞ്ഞാൽ അതിനെ വളർത്തുക. നിങ്ങളിൽ ഉള്ള ആത്മീയ തന്നെ അതിനുള്ള വളമാണ്. ഈ കാലഘട്ടം മകരം രാശിക്കാരന്റെ ആത്മവികാസത്തിന്റെ പ്രഥമ അധ്യായം മാത്രമാണ്. ഇനി മറ്റെല്ലായിനും തുടർച്ചയുണ്ടാകും. ഈ തുടർച്ചയാണ് വിജയത്തിന്റെ പെരുമൊഴി ഉരുപ്പെടുന്നത്. പ്രപഞ്ചം ഇതുവരെ മിണ്ടാതിരുന്നത് ആത്മീയമായൊരു പരീക്ഷയായി മാത്രം. ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നു. അതിന് നിങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. മകരം രാശിക്കാരെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥിതി ഭൗതികമായൊരു വഴിത്തിരിവ് മാത്രമല്ല, ആത്മീയമായൊരു പുനർജന്മമാണ്. എത്രയോ വർഷങ്ങൾ നീണ്ടു നിലനിന്ന പ്രതീക്ഷകൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ ഒന്നൊന്നായി പൂർത്തിയാകുന്നു. മൗനത്തിൽ നിങ്ങളെ നോക്കി നിന്ന പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. നീ ചോദിക്കാതെ തന്നെയും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഉറച്ചൊരു ശാന്തത അതിന്റെ തെളിവാണ്. മറയില്ലാത്ത സന്തോഷം മനസ്സിന്റെ ഉൾബിംബത്തിൽ വിരിഞ്ഞിരിക്കുന്നു. നീണ്ടുനിന്ന ആശയക്കുഴപ്പങ്ങൾക്കും സംശയങ്ങൾക്കും ഒടുവാണ് ഇതെന്നോണം ഇപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട പോലെ ജീവിതം സാവധാനം ശരിയിലാകുന്നു. അതിനെ നിങ്ങൾ ഭാഗ്യം എന്നും വിളിക്കാം, പക്ഷേ പ്രപഞ്ചം അതിനെ കർമ്മപ്പഴത്തിന്റെ മധുരം എന്നു വിളിക്കുന്നു. അടുത്ത 7 ദിവസങ്ങൾ ആത്മീയ നേട്ടങ്ങളുടെ ദിവസങ്ങളായിരിക്കും. ധനത്തിലും മനസ്സിലും ഒരുപോലെ. ചിലർക്കാകട്ടെ ജോലി മേഖലയിൽ കാത്തിരുന്ന മറുപടി ലഭിക്കും. മറ്റു ചിലർക്കാകട്ടെ കുടുംബത്തിൽ പുതിയ സംതൃപ്തിയും സമാധാനവും ലഭിക്കും. നേരത്തെ അന്യമായിരുന്നത് സ്വാഭാവികതയാകുന്നു. അതിൽ അത്ഭുതമൊന്നുമില്ല, കാരണം ഇപ്പോൾ സർവ്വശക്തിയും നിങ്ങളെ വഴികാട്ടുകയാണ്. ചില മകരരാശിക്കാർക്ക് യാത്രാസാധ്യത ഉയർന്നിരിക്കുന്നു. അതൊരു സ്ഥലം മാറ്റമാകാം, അല്ലെങ്കിൽ ആന്തരികമായൊരു യാത്രയും. പക്ഷേ ആ യാത്രയിലേക്കുള്ള പ്രേരണ പ്രപഞ്ചമാണ്. എന്തിനെയെങ്കിലും വിടേണ്ടി വരുമ്പോൾ ഭയപ്പെടരുത്, കാരണം അത് സ്ഥലം ശൂന്യമാക്കാനാണ്, പുതുമയുള്ള അനുഭവങ്ങൾക്കും മനുഷ്യർക്കും ഇടം കൊടുക്കാനായി. ഈ ഒരുപക്ഷേ അപൂർവമായ വിഭജനങ്ങൾ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ പ്രാരംഭ സൂചനകൾ. പഴയ അധ്യായം അടഞ്ഞാലും അത് അവസാനമല്ല. അതിനാൽ ദുഃഖിക്കരുത്. ഒരു പേനയുടെ മഷി തീർന്നാൽ മറ്റൊരു പേജ് തുടങ്ങും പോലെ ജീവിതം പുതിയ നിറത്തിൽ തിളക്കമാക്കി തുടരും. ആ നിറം തീർച്ചയായും നിങ്ങളുടെ ആത്മീയതയുടെ പ്രതിഫലനമായിരിക്കും. രാഹുകേതുവിന്റെ ചലനം നിങ്ങളുടെ ജീവിതത്തിലെ അവശ്യവിരാമങ്ങൾ തീർക്കുകയാണ്. നിങ്ങൾ നേരിടേണ്ടതിനേക്കാളും കൂടുതൽ ആകുലതയുണ്ടാക്കിയ സംഭവങ്ങൾ ഇനി ശാന്തതയിലേക്കാണ് നീങ്ങുന്നത്. അത് കാണുമ്പോൾ ആത്മാവ് നിങ്ങൾക്കുള്ളിൽ നന്ദി അറിയിക്കും. ആ നന്ദിക്ക് മാത്രമേ പ്രപഞ്ചം മറുപടി നൽകൂ. അതാണ് ദൈവിക ചക്രത്തിന്റെ രഹസ്യം. ഗുരുവിന്റെ ദൃഷ്ടി ഇപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്താണ്. അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം വെറും സാമ്പത്തിക നേട്ടമല്ല, അത് ആത്മവിജ്ഞാനം തന്നെയാണ്. നിങ്ങളിൽ ആത്മകൃത്യത പിറന്നുകഴിഞ്ഞു.
ഇനി മറ്റുള്ളവരുടെ അംഗീകാരം തേടേണ്ടതില്ല. നിങ്ങളുടെ സത്യമായ പാത നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും അതനുസരിച്ച് പ്രവർത്തിക്കുക. അതൊരു ആരാധനയായി മാറും. ചിലരുടെ ജീവിതത്തിൽ പഴയ അച്ചരം പോലെ തോന്നിയിരുന്ന ബന്ധങ്ങൾ മെല്ലെ പുനർജീവിക്കുന്നു. ഒരാൾ വീണ്ടും സമീപിക്കും, പക്ഷേ ഈ തിരിച്ചുവരവ് വ്യത്യസ്തമാണ്. മരണാന്തരമായ ആത്മബന്ധങ്ങൾ തിരിച്ചുമുട്ടുമ്പോൾ അവരുടെ ഇടയിലുള്ള കർമ്മങ്ങൾ അസ്തമിക്കുന്നു. നിങ്ങൾ അതിലേക്ക് സാവധാനം കടക്കുക, പക്ഷേ ഭയം ഇല്ലാതെ. അത് പവിത്രമായൊരു അടയാളമാണ്. തൊഴിൽ, ബിസിനസ് മേഖലയിൽ ഉയർച്ചയും അംഗീകാരവുമാണ് മേലോട്ടുള്ള പ്രവണത. സഹപ്രവർത്തകർ നിങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കും. മുന്നോട്ടുള്ള പ്രയാണം ബന്ധങ്ങളിലൂടെ എളുപ്പമാകും. പ്രപഞ്ചം നിങ്ങളെ കാണാനാകും വിധം തെളിച്ചം പകരുന്ന ഘട്ടമാണിത്. നിങ്ങളുടെ പരിശ്രമം അനാവൃതമാകും. ഒരിക്കൽ കരുതിയിരുന്നതെല്ലാം അപ്രതീക്ഷിതമായി പൂർത്തിയാകും. ആരോഗ്യവും സന്തുലിതാവസ്ഥയിലേക്ക് മാറുന്നു. ശരീരത്തിൽ പഴയതായ രോഗലക്ഷണങ്ങൾ മാറ്റമായി കാണും. ആത്മീയ ധ്യാനവും പ്രാണായാമവും നിങ്ങളുടെ കരുത്താണ്. നിങ്ങൾ സ്വീകരിക്കുന്ന ഓരോ ശാന്തമൂർത്തിയും നിങ്ങളെ സ്നേഹപൂർവ്വമായി നിറയ്ക്കും. അതിൽ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും. അതിനെ അടിസ്ഥാനമാക്കി ജീവിതം കൂടുതൽ പ്രകാശവതിയും ആഴമുന്നതുമായിരിക്കും. പ്രപഞ്ചം പറയുന്നത് ഒരു ദിവ്യവാക്കാണ്. നീ ചോദിക്കാതെ തന്നെ ഞാൻ തരുന്ന അനുഗ്രഹം വിലമതിക്കുക. അതിന്റെ അർത്ഥം, നിങ്ങളിൽ വിശ്വാസം തോന്നുമ്പോൾ പ്രപഞ്ചം അതിനെ അനന്തതയിലേക്ക് വ്യാപിപ്പിക്കും. അതിനാൽ നന്ദിയരികിൽ നിൽക്കുക. കൃതജ്ഞത നിങ്ങളുടെ ഏറ്റവും വലുതായ ആധാരമാണ്. അതിലൂടെ ഭാഗ്യം സ്ഥിരമാകുന്നു. പാപമുക്തിക്കുള്ള ഈ ഘട്ടത്തിൽ നിത്യധാന്യം, തുല്യത, കാരുണ്യം എന്നിവ പാലിക്കുക. ദരിദ്രൻ അന്നം കൊടുക്കുക. അശ്രാന്തനായ ഒരാളോട് പ്രോത്സാഹനവാക്ക് പറയുക. അതിനാൽ അളവറ്റ പുണ്യം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതിനുശേഷം സംഭവിക്കുന്ന മാറ്റങ്ങൾ വേഗത്തിലും തെളിച്ചത്തിലും അനുഭവപ്പെടും. ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ കർമാനുപാതങ്ങളാണ്. ചിലർക്ക് പ്രാർത്ഥനയ്ക്കിടെയോ ധ്യാനത്തിനിടെയോ അന്യമായ വെളിച്ചം കാണാമാവും. അത് സത്യമായ ആശീർവാദ സന്ദേശമാണ്. ഭയപ്പെടരുത്, അതിനെ സ്വീകരിക്കുക. ഒരിക്കൽ ഒരു പെൺകുട്ടി ഗുരുവിന് മുന്നിൽ പ്രാർത്ഥിച്ചപ്പോൾ ഗുരു ചിരിച്ചു പറഞ്ഞു, നീ കൂട്ടാക്കാതെ തന്നെയും തരാൻ തയ്യാറായിരിക്കുന്നു പ്രപഞ്ചം. അതുപോലെ തന്നെയാണ് ഇപ്പോഴുടെ സമയം നിങ്ങളിലേക്കുമെത്തുന്നത്. ഇനി നിങ്ങൾക്ക് എതിരായി പിന്നെയെത്താൻ ആരുമില്ല. വിദ്വേഷം ചിതറുന്നു, അവഗണന അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന സ്ഥിതി പ്രപഞ്ചം തന്നെ നിർമ്മിച്ചതാണ്. ആത്മാവിന്റെ ആനന്ദത്തിൽ തുടിക്കുക. ഓരോ പുലരികളിലും ഒരു പുത്തൻ അവബോധം ഉണരും. അത് പറയുന്നുണ്ട്, എനിക്കൊന്നും തടസ്സമില്ല ഇനി. നിങ്ങളുടെ ജീവിതം ഇനി പഴയ വിധിയുടെ കീഴിൽ അല്ല. നിങ്ങൾ സ്വയം വിധിയാകുകയാണ്. മകരം രാശിക്കാർക്കുള്ള ഈ ഘട്ടം അത്ര അപൂർവം, അത്ര ദിവ്യം. ഒരു തലമുറയ്ക്കുള്ളിൽ ഒരിക്കൽ മാത്രമേ ഇതുപോലൊരു മരണജന്മപരിവർത്തന ഘട്ടം സംഭവിക്കാറുള്ളൂ. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അത്ര വലിയ അനുഗ്രഹത്തിനു മുന്നിൽ വാക്കുകൾ പോലും ചെറുതാണ്. അതിനാൽ സ്നേഹമുള്ള മകരരാശിക്കാരെ, ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചം പ്രവർത്തിക്കുകയാണ്. അനന്തരങ്ങൾക്കപ്പുറം നിന്നുവരുന്ന ശക്തി ഇപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നു. ചോദിക്കാതെ കൊടുക്കുന്ന ഈ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും പഴയ നിലയിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ല. അത് ഉയർത്തും, മായ്ച്ചുമാറ്റും, പുനർപ്പിറപ്പിക്കും. നിങ്ങളുടെ ഹൃദയം തുറക്കുക, ആത്മാവിനെ വിശ്വസിക്കുക. കാരണം ഇതാണ് ആ നിമിഷം. പ്രപഞ്ചം നിങ്ങളോട് ഭാവന പറയാതെ തന്നെയും അനുഗ്രഹിക്കുന്നു. എല്ലാ വിധത്തിലും നന്മയും അനുഗ്രഹവും നിറഞ്ഞു പോകട്ടെ. നിങ്ങളുടെ പേരിൽ തന്നെ ഇപ്പോൾ കരുണ എഴുതിയിരിക്കുന്നു. മകരം രാശിക്കാരെ, നീ ചോദിക്കാതെ തന്നെയും പ്രപഞ്ചം നിനക്കായി കൊടുക്കാനൊരുങ്ങിയിരിക്കുന്നു. അതിനാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അത് തന്നെയാണ് ആത്മവിജയത്തിന്റെ ഏറ്റവും വലിയ